ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ത്വര ഉള്ളവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളവർ. നമ്മുടെ വീട്ടിൽ 100,000 പ്രശ്നങ്ങളുണ്ടെങ്കിലും മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ഒരു കണ്ണ് വെച്ചുകൊണ്ടായിരിക്കും നമ്മളുടെ വീട്ടിലെ കൂടുതൽ, നമ്മുടെ വീട്ടിലല്ല പലയിടത്തും കാണുന്നത്. നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ നോക്കാറില്ല നമ്മൾ. അതാണ് മലയാളികൾ സാധാരണ നമ്മൾ പറയുമ്പോൾ. നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി, അപ്പോൾ നമ്മളെന്താ ചെയ്യുക? അടുത്ത വീട്ടിൽ പോയി നോക്കും. അവിടെയും കറണ്ട് പോയെങ്കിൽ സമാധാനമായി. അവിടെയും കറണ്ട് ഇല്ല കേട്ടോ എന്ന് പറയും. അതുപോലത്തെ മറ്റുള്ള വീടുകളിലേക്ക് നോക്കിയിരിക്കുന്ന കുറച്ച് കഥാപാത്രങ്ങളുടെ സിനിമയാണ് സൂക്ഷ്മദർശിനി. പ്രിയദർശിനി എന്ന നസ്രിയ അവതരിപ്പിക്കുന്ന കഥാപാത്രം തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ബേസിൽ ജോസഫിൻ്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെ നോക്കി അവർക്കൊരു സംശയം തോന്നുകയും, അതായത് ബേസിലിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് അവർ താമസം വരികയും നസ്രിയുടെ ഹസ്ബൻഡും അവിടേക്ക് താമസം മാറി വരികയും ആ വീട്ടിൽ തൊട്ടടുത്ത വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതിലിടപെടുകയും ചെയ്ത് വലിയൊരു കുറ്റാന്വേഷണ ചിത്രമായി മാറുന്നതും ഒക്കെയാണ് സിനിമ. അപ്പോൾ അവിടെ നടക്കുന്ന, ആ വീട്ടിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ എന്തോ പന്തികേടെന്ന് തോന്നുകയും അതന്വേഷിക്കലും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ. വെറൈറ്റി ആയിട്ടൊരു സിനിമയാണ്, പതിയെ തളത്തിൽ പോകുന്നൊരു സിനിമയാണ്. വേറെ കൂടുതൽ കഥാപാത്രങ്ങളൊന്നുമില്ല. ഉള്ള കഥാപാത്രങ്ങൾ വളരെ മനോഹരമായിട്ട് അവരവരുടെ റോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബേസിൽ ജോസഫ് ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് വെറുപ്പ് തോന്നുന്ന ഒരു കഥാപാത്രം പോലെയാണ് അദ്ദേഹം ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. അതുപോലെ നസ്രിയ നല്ല ചുറുചുറുക്കുള്ളൊരു ലേഡിയായിട്ട്, അതായത് ഈ റോളിൽ നസ്രിയയ്ക്ക് തന്നെ പറ്റുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അഖില ഭാർഗവൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട്. അവർ നല്ല നമ്മൾ ശ്രദ്ധിക്കപ്പെടും. ചെറിയ റോളാണെങ്കിലും മുഴുനീളമുള്ള ഒരു കഥാപാത്രം തന്നെയാണ്. അവർ ശ്രദ്ധിക്കപ്പെടുന്നൊരു വേഷം തന്നെയാണ്. ഷൈജു ഖാലിദ്, അതുപോലെ തന്നെ അനൂപ്, അനൂപ്, സമീർ താഹിർ, ഇവരൊക്കെയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ MC ജിതിൻ സംവിധാനം ചെയ്ത സിനിമയാണ്. എന്തായാലും അദ്ദേഹം മുമ്പൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ സിനിമയാണ്. പക്ഷേ വളരെ നല്ല സംവിധാനം, നല്ല തിരക്കഥ, കഥ ഒക്കെയാണ് സിനിമയുടെ. എന്തായാലും ഇൻ്റർവെല്ല് വരെ ഇങ്ങനെ വലിച്ചു നീട്ടി പോകുമ്പോൾ നമുക്ക് ബോറടിക്കെങ്കിലും ഇൻ്റർവെല്ലിന് ശേഷം കഥ മുറുകുകയാണ്. എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള സിനിമ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ക്ലൈമാക്സ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തായാലും വൺ ടൈം വാച്ചബിൾ മൂവി തന്നെയാണ്. ഗംഭീര സിനിമയാണെന്ന് വെച്ചാൽ ഗംഭീര സിനിമയൊന്നുമല്ല, എന്നാലും നല്ലൊരു സിനിമ. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എല്ലാവരും ചാനൽ കാണാൻ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ദിവസം നടന്നുകൊണ്ട് നിങ്ങൾ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്.